ഇവിടെ ഒരു കിണറുണ്ടല്ലോ പറഞ്ഞു. അവിടെ കുറച്ച് വീടുകളുണ്ട്, ഇനി വീട് വരാണ്ട്. ഞങ്ങൾക്കൊക്കെ മിറ്റുഭൂമി കിട്ടിയ ഞങ്ങൾ ഇങ്ങോട്ടല്ലേ വരിക, ലാസിയെ ഞങ്ങൾ ഇങ്ങോട്ടല്ലേ വരിക. ഇവിടെ വന്ന് വരാൻ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അത് ഒരുപാട് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ മാതിരി ഭൂമി പെരുകൂല, ജനം പെരുകി വരികയാണ്. അപ്പൊ ഇവിടൊക്കെ വീട് വെക്കാനുള്ളതല്ലേ. അത് ആ ഒരു കുന്ത്രാണ്ടി അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാ, ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? ഞങ്ങൾക്ക് 5 സെന്റ് കിട്ടിയിട്ട് കാര്യം കുറുക്കനാമറ്റമാതിരി ഒന്നും കാര്യമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഒരു വേറെ കച്ച് കൊണ്ടുപോയിക്കോട്ടെ. മലപ്പുറം എടയൂർ പുല്ലമ്പറമ്പിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രതിഷേധം നടക്കുകയാണ്. ഇവിടെ ജനവാസ മേഖലയ്ക്ക് സമീപമായിട്ടാണ് ഇത്തരത്തിൽ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നാട്ടുകാർ സ്ത്രീകളും കുട്ടികളും പ്രദേശവാസികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി വരുന്ന ആളുകൾ ആണ് ഇവിടെ പ്രതിഷേധത്തിലുള്ളത്. പ്രധാനമായി 2 കുറുവ എടയൂർ പഞ്ചായത്തുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, അവരുടെ കുടിവെള്ളത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം നടത്തുന്നു എന്നറിയാം. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ സമാനമായ രീതിയിലുള്ള ഈ ഇത്തരത്തിലുള്ള മാലിന്യ പ്ലാന്റുകളുടെ പ്രവർത്തനം എത്രത്തോളം അവിടുത്തെ ജനങ്ങളെ ബാധിച്ചു എന്നുള്ളത് നമുക്ക് പല ഘട്ടങ്ങളിലും അറിയാം. അക്കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നതിന് മുൻപ് തന്നെ അതിന്റെ നിർമ്മാണം നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു കുന്നിൻ മുകളാണ്. ഈ കുന്നിൻ ചെരുവിൽ നിരവധി വരുന്ന നൂറുകണക്കിന് വരുന്ന വീടുകളുണ്ട്. ഇവിടെ നിന്നുള്ള ചോലയിൽ നിന്നാണ് അവരുടെ കിണറുകളിലേക്ക് അടക്കം വെള്ളം പോകുന്നത്. അപ്പോൾ അവരുടെ കുടിവെള്ളത്തെ അത് കാര്യമായി ബാധിക്കും, അവരുടെ ജീവിതത്തെ അത് കൃത്യമായി ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളായ ആളുകൾ ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു പ്രതിഷേധം ആണ് സംഘടിപ്പിക്കുകയാണ്. ഏത് ഘട്ടത്തിലാണെങ്കിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇനിയും തുടരും. ഈ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയാണ്. ഈ മേഖലയിൽ നല്ല ഒരു കമ്പനി വരുന്നതിന് ഇവിടെ ആരും എതിരല്ല. ഇവിടെ ഒരുപാട് ഒട്ടനവധി കമ്പനികളുണ്ട്. പക്ഷെ ഇതെന്താ സംഭവിച്ചാൽ കോഴി മാലിന്യ അറവ് സംസ്കരണ പ്ലാന്റ് ആണ്. അറവിന്റെയും ഇറച്ചിയുടെയും ഇതിന്റെയൊക്കെ വേസ്റ്റുകൾ കൊടുത്ത് സംസ്കരിച്ച് ആ സംസ്കരണ പ്ലാന്റ് ഇവിടെ ഇഷ്ടംപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇവർ കൊണ്ടുവരുന്നത് ഇവരുടെ അണ്ടർഗ്രൗണ്ടിൽ ഇവർ വേസ്റ്റ് നിക്ഷേപിക്കുന്ന അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് ആ താഴെ ഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ലഭ്യമാകുന്ന വെള്ളത്തിന്റെ സ്രോതസ് തുടങ്ങുന്നത് അവിടുന്ന്. ആ തുടങ്ങുന്ന സ്രോതസ്സിൽ കൊണ്ടുപോയി തന്നെ ഇവരെ ആണിയടിച്ചിക്കാണ്. എന്താ വെച്ചാൽ അപ്പൊ അവിടുന്ന് വരുന്ന മലിനജലം കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ വളർന്നു വരുന്ന ഭാവി അവർക്കിത് വലിയ നഷ്ടമാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ലും ഇവിടെ തൊട്ടടുത്ത കോളേജ്, ഇതിന്റെ തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് പണിതുകൊണ്ടിരിക്കുന്ന ബഡ്സ് സ്കൂള്, ഇതിന്റെ ചുറ്റുഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മറ്റു സ്ഥാപനങ്ങൾക്കെല്ലാം ഇത് വലിയ നഷ്ടം സംഭവിക്കുന്നുള്ള കാര്യത്തിലും ഈ പ്രദേശത്തിന് വിവാഹം പോലും നടത്താൻ പറ്റാത്ത രൂപത്തിലേക്ക് ഇത് നീങ്ങുമെന്ന് മറ്റു സ്ഥലങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്ലാന്റിന്റെ സമരങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ കണ്ടുകൊണ്ടടിക്കുന്ന അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇവിടുത്തെ പ്രകൃതിയെ മുഴുവൻ നശിപ്പിക്കും. ഇവിടെ മയില്, കുരങ്ങ്, ഇവിടെ പല പ്രകൃതിയിൽ ജീവിക്കുന്ന കുറെ ജീവികളുണ്ട്. അവരൊക്കെ ഇതിന്റെ ഈ ഒരു ദുർഗന്ധം കാരണം, ഇതിന്റെ ഈ വേസ്റ്റ് കാരണം ഇവിടെ നശിപ്പിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇത് ഞങ്ങൾ പഞ്ചായത്ത്, വില്ലേജ്, താലൂക്ക്, കലക്ടർ, മന്ത്രി അബ്ദുറഹ്മാൻ വരെ ഇതിന്റെ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സർക്കാരിന്റെ ഭൂമി കയ്യേറിക്കൊണ്ടാണ് ഇവർ പ്രധാനമായും ഇത് വളച്ചു കെട്ടിയിട്ടുള്ളത്, ഇവരുടെ ഭൂമി. അത് മാത്രമല്ല അവിടെ 3 സെന്റ് 5 സെന്റ് ഒക്കെ പതിച്ചു കൊടുത്ത ഭൂമിയുണ്ട്. ആ ഭൂമി അടക്കം ഇവർ കയ്യേറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തിരിച്ചു കിട്ടണം. അതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഇവര് ഈ പ്ലാന്റ് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നത് വരെ ഇതൊരു സൂചന സമരം മാത്രമാണ്. ഇത് എന്നാണ് ഒഴിഞ്ഞു പോകുന്നത്? ഞങ്ങൾ ഇപ്പൊ തന്നെ ഈ സമരത്തിൽ വരാൻ കാരണം വന്നതിന് ശേഷം സമരം നടത്തിയാൽ വലിയ പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ വരുന്നതിന് മുമ്പ് ഈ കമ്പനിക്ക് നല്ല പദ്ധതികൾ കൊണ്ടുവരാം. അവർക്ക് വേണ്ട രൂപത്തിലുള്ള വലിയ നാടിന് ഉപകാരപ്പെടുന്ന പദ്ധതികൾ കൊണ്ടുവന്നോട്ടെ, കമ്പനികൾ കൊണ്ടുവന്നോട്ടെ. അപ്പൊ ഇവരെ ഈ കെട്ടിടം ഉപയോഗിച്ച് അത് കൊണ്ടുവരട്ടെ. ഈ പദ്ധതി, ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ നടത്താൻ ഈ നാട് ഒന്നടങ്കം ഒറ്റക്കെട്ടാം, കക്ഷി രാഷ്ട്രീയ ജാതി ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൽ യാതൊരു തർക്കമില്ല. ഇത് ഇവിടുന്ന് എടുത്തു വെച്ചേ ഞങ്ങൾ അടങ്ങും. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നതിന് മുൻപ് തന്നെ ഇപ്പം വനിതാ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഈ പ്രദേശത്ത് ഒരുപാട് വീടുകളുണ്ടോ? ഒരുപാട് വീടുകൾ അടങ്ങിയ ഒരു പ്രദേശമാണ് ഇവിടെ. എടയൂർ കുറുവ പഞ്ചായത്തുകൾ, എടയൂരും കുറുവയും 2 പഞ്ചായത്തുകളെയും ഇത് ഒന്നടങ്കം ബാധിക്കുകയാണ്. ഇവിടെ ഒരു മാലിന്യ പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെതിരെ ശക്തമായിട്ട് തന്നെ ഞങ്ങളൊരു സമര സൂചനയാണ് ഇവിടെ നൽകുന്നത്. വരും ദിവസങ്ങളിലും ഈ പ്ലാന്റ് എന്നാണോ പ്ലാന്റ് ഇവിടുന്ന് ഒരു പൂട്ടി പോണത് അതുവരെ ഞങ്ങൾ സമരം ചെയ്യുമെന്ന്. ഇത് പൂട്ടിക്കുന്നത് വരെ ഞങ്ങൾ ശക്തമായി തന്നെ സമരമുറയായി മുന്നോട്ട് പോകുന്നതാണ്.
തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. ഈ പ്ലാന്റ് തുടങ്ങിയാൽ പിന്നീട് അത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമായി നാട്ടുകാരെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധത്തിലേക്ക് അവർ വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഫ്രഷ് കട്ട് പോലുള്ള പല സമരങ്ങളും ഇത്തരത്തിൽ ഇവിടൊക്കെ നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുള്ളത്. ഈ മാലിന്യ പ്ലാന്റിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണല്ലേ? ശക്തമായ പ്രതിഷേധമാണ്. ഇതിന് ഞങ്ങള് ജീവിതകാലം വരെ ഞങ്ങൾ ഇതിന് പ്രതിഷേധിക്കും. ഇവിടുന്ന് എടുത്തു പോകണം. അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. വീട് ഇവിടെ ഈ പരിസരത്ത് തന്നെയാണോ? ഈ പരിസരത്ത് തന്നെയാണ്. ഞങ്ങൾ ഈ കൂടിയാത്തൊക്കെ ഈ പരിസരത്ത് തന്നെയാണ്. ഒരുപാട് വീടുകളുണ്ട്. ഒരുപാട് വീടുകളുണ്ട്. എത്ര വീട്? അതാ ഉണ്ട്. 400 വീടുണ്ട് ഞങ്ങള്. അപ്പൊ ഒരിക്കലും ഇത് ഇവിടെ വരാൻ പാടില്ല. ഞങ്ങളൊക്കെ ഇപ്പൊ അവസാനക്കാരായി. ഞങ്ങളെ മക്കളൊക്കെ വളർന്നു വരണില്ലേ? അവർക്കൊക്കെ ഇതൊരു ഇതായിട്ട് വരൂലേ? വരും തലമുറക്ക് വേണ്ടി. വരും തലമുറക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കും. എന്ത് വന്നാലും ജീവൻ കൊടുത്ത് പ്രതിഷേധിക്കും ഞങ്ങൾ. അതന്നെ പറയാനുള്ളത്. തീർച്ചയായിട്ടും. അതായത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ വരും തലമുറക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം എന്നാണ് അവർ പറയുന്നത്. ഇല്ല, ഇവിടെ ഒരു കിണറുണ്ടല്ലോ പറഞ്ഞു. അവിടെ കുറച്ച് വീടുകളുണ്ട്. ഇനി വീട് വരാണ്ട്. ഞങ്ങൾക്കൊക്കെ മിറ്റുഭൂമി കിട്ടിയ ഞങ്ങൾ ഇങ്ങോട്ടല്ലേ വരിക. ലാസിയെ ഞങ്ങൾ ഇങ്ങോട്ടല്ലേ വരിക. ഇവിടെ വന്ന് വരാൻ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അത് ഒരുപാട് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ മാതിരി ഭൂമി പെരുകൂല, ജനം പെരുകി വരികയാണ്. അപ്പൊ ഇവിടൊക്കെ വീട് വെക്കാനുള്ളതല്ലേ. അത് ആ ഒരു കുന്ത്രാണ്ടി അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാ? ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? ഞങ്ങൾക്ക് 5 സെന്റ് കിട്ടിയിട്ട് കാര്യം കുറുക്കനാമറ്റമാതിരി ഒന്നും കാര്യമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സുഖമായി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഒരു വേറെ എടുക്കാച്ച് കൊണ്ടുപോയിക്കോട്ടെ. കോയി വേണം, മാലിന്യമാണ്. നമുക്ക് വേണ്ടാതെ സംഭവം ശരിയാണ്. അത് ഇവിടെ പറ്റൂല മാത്രമേ. ജനങ്ങളുള്ള പ്രദേശം ജനങ്ങൾ ഇപ്പൊ ഇവിടെ ഇല്ല, വരാൻ നിൽക്കല്ലേ. ഇവിടെ ജനങ്ങൾ വരും. ഇനി ഇവിടേക്കൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് വീടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ വീട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഒരു ഇവിടുന്ന് എന്താ ചെയ്തോട്ടെ. ഓരോ ജീവിക്കണ്ട ചെയ്യണ്ടെന്നല്ല, ഓരോട് എതിരോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എല്ലാവർക്കും വേണം ജീവിക്കുക, എല്ലാ ഇതും വേണം. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് എതിരില്ല. പക്ഷെ ഞങ്ങൾക്ക് നമ്മളെ ബുദ്ധിമുട്ടിച്ച് കാണ്ട് ഒരു സ്ഥാപനം ഇവിടെ വേണ്ട. അത്ര പറയണം. അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ വേണ്ട. അത് ഗവൺമെന്റിന്റെ മുതലിൽ കയ്യേറിക്കാണ്ട്. അങ്ങനെ ഗവൺമെന്റിന്റെ മുതലിൽ കയ്യേറിക്കാണ്ട് കിട്ടാണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ 5 സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ വീട് വെച്ചൂടെ? സർക്കാർ 5 ഭൂമി വച്ചു കൊടുത്ത അവിടെയൊക്കെ പാവപ്പെട്ടവർക്ക് എല്ലാതെ കുടിയിൽ വെക്കാൻ വേണ്ടി. പിന്നെ അതിൽ നമ്മൾ ഈ കോയിലും മാലിന്യം വരുമ്പോൾ ഭയങ്കര പ്രശ്നം. നമ്മളെ വീടൊക്കെ അടുത്ത് ഏകദേശം തൊട്ടടുത്താ 100 മീറ്റർ ചോല നമ്മളെ വീടിന്റെ മേലെ. എന്റെ വീടിന്റെ മേലാക്കി ഫസ്റ്റ് നമ്മൾ വീട്ടിൽ കൂടെ പോകണം. ആ തോട്ടിൽ നമ്മൾ ചോലാക്കി കൂടെ പോകണം. മലിനപ്പെടാം, 100% മലിനപ്പെടും. നമ്മൾ കാണണല്ലേ. ഇപ്പൊ നമ്മളതിന് മുമ്പ് തന്നെ വേറെ ഫോം നമ്മൾ പ്രക്ഷോഭം നിർത്തിവെച്ചു. ഇവിടെ ഈ വേഗത്തുനിന്നാണ് താഴോട്ടേക്ക് വെള്ളം പോകുന്നത്. അപ്പൊ ഇവിടെ വെള്ളം ഉണ്ടല്ലോ. വെള്ളമൊക്കെ മലിനപ്പെടുമോ ഇത് വന്നാലേ? ജനം മലിനപ്പെടും. ഞങ്ങൾ ഇനിയുള്ള തലമുറ ഇവിടെ ജീവിക്കണ്ടേ? ഇനിയുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? കുട്ടികൾക്ക് വലുതായി വരില്ലേ? അവർക്കൊക്കെ ജീവിക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ പല അസുഖങ്ങളും രോഗങ്ങളും ആയിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇതും കൂടി വന്നു കഴിഞ്ഞാൽ ഈ രോഗത്തിന് ചികിത്സ ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം ഇത് ഇവിടുന്ന് ഒഴിവാക്കി തരാണ് ഈ ഗവൺമെന്റും ഈ പഞ്ചായത്തും എല്ലാവരും കുടിക്കാണ്ട്. ആരാണ് ഇതിന് അനുവദിച്ചതെങ്കിൽ അവരിത് ഒഴിവാക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇത് അനുവദിച്ചു കൊടുത്തിട്ടല്ലേ? ഈ സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടല്ലേ? ഈ സ്ഥലം ഇവിടെ വേണ്ട, ഇതുവരെ ഈ സ്ഥാപനം ഇവിടെ വേണ്ടെന്ന് അവരോട് അത്യാവശ്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ അവരെ പൈസകളൊക്കെ മുടക്കി അവരിത് ചെയ്തു. അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മറ്റു ജനങ്ങൾ ഇവിടെ വെക്കുന്നതുകൊണ്ട് ആർക്കും ഒരു വെറുപ്പ് ആലോചന. അവർ ജീവിക്കുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. അവരും ജീവിക്കണം. പക്ഷെ അതല്ല, മറ്റൊരു കൂട്ടർക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ട് മറ്റൊരു ജീവിക്കരുത്. അത് ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്. അപ്പൊ അവർക്ക് മുടക്കാണ്. ഈ ഇതിനൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളൊന്നും കൂടെ കുത്തിക്കാൻ ഞങ്ങൾ ഇതേ സമരത്തിനോ ഒന്നിനോ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ പോവില്ല, പോകാൻ വന്നതുമല്ല. ഇതിവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ട് ഏതായാലും പൂർണ്ണമായും വീട്ടമ്മമാരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവരൊന്നും നേരത്തെ ഒരു സമരം ചെയ്ത് പരിചയമുള്ളവർ ഒന്നുമല്ല, സാധാരണക്കാരായ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കല്ല, അവരുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫ്രഷ് കട്ട് ഉൾപ്പെടെയുള്ള ഈ മാലിന്യ പ്ലാന്റുകൾക്കെതിരെ നടന്ന സമരങ്ങൾ, ആ പ്രദേശത്തെ ആളുകൾ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ഇവരുടെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സമരം ഇവിടെ നടത്തുന്നത്. ഇത്തരത്തിലൊരു മാലിന്യ പ്ലാന്റ് ഇവിടെ വേണ്ട എന്നുള്ളത് സർക്കാരിന്റെ മിച്ചഭൂമി, അത് വാങ്ങിയിട്ടാണ് ഇത്തരത്തിലൊരു മാലിന്യ പ്ലാന്റ് ഇവിടെ നിർമ്മിക്കുന്നത്. സമീപത്തെ ഇവിടെ നിന്നാണ് കുടിവെള്ള ചോലകൾ, അതായത് കുടിവെള്ളത്തിനുള്ള വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്നത്. ആ വെള്ളം ഉൾപ്പെടെ മലിനപ്പെടും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. സമീപത്ത് ഇതിന് തൊട്ട് താഴെയായി നിരവധി കുടുംബങ്ങളുണ്ട്. ഈ പ്രദേശത്ത് നിരവധി വീടുകൾ വരുന്നുണ്ട്. കാരണം സർക്കാരിന് മിച്ചഭൂമി പതിച്ചു നൽകിയ പ്രദേശമാണ്. അവിടേക്ക് ധാരാളം വീടുകൾ വരാനുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ ജനങ്ങൾ ഉള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള മാലിന്യ പ്ലാന്റ് വരുന്നതിനെതിരെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധം നടക്കുന്നത്. ഏതായാലും
ഈ മാലിന്യ പ്ലാന്റ് ഇനി ഇവിടെ പ്രവർത്തിക്കരുത്, അത് പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായി ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇതൊരു സൂചനാ സമരമാണെന്ന് കൂടി നാട്ടുകാർ പറയുകയാണ്. ഈ സമരം തുടരും. അതായത് ഈ സംസ്കരണ പ്ലാന്റ് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കനത്ത പോലീസ് സുരക്ഷയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, ജനങ്ങൾ ഇറങ്ങും എന്ന് തന്നെയാണ് ഇവർ നാട്ടുകാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറയുന്നത്. എടയൂരിലെ സമരപന്തലിൽ നിന്ന് അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ.